നമസ്കാരം. സംഘികൾ ഗ്യാസ് മുട്ടിച്ച് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അന്നം വരെ മുട്ടിച്ച സാഹചര്യത്തിൽ അവരെ സഹായിക്കാനും ഇടതുപക്ഷക്കാരേ ഉള്ളൂ. LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നിപ്പോ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ കണ്ടൊരു കാഴ്ച. ഈ അടുത്ത ദിവസം മേയർ ഇരുന്ന് ഡയലോഗ് തട്ടിവിടുന്നുണ്ടായിരുന്നു. എവിടെ ആഹാരമില്ല അവിടെയെല്ലാം ഞങ്ങൾ കിച്ചൺ നിന്ന് വിതരണം ചെയ്യുമെന്ന്. ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ പാചകവാതകം അഥവാ ഗ്യാസിന്റെ ഷോർട്ടേജിനെ തുടർന്ന് അടച്ചിടേണ്ടി വന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും ആകെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. കാര്യം പരിസര പ്രദേശത്തുള്ള ഹോട്ടലുകളും ഇതേ അവസ്ഥയാണ്. കുക്കിംഗ് ഗ്യാസ് കിട്ടാനില്ല അഥവാ ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കടകൾ തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇന്നിപ്പോ കൂട്ടിരിപ്പുകാരുടെയും രോഗികളുടെയും നിസ്സഹായ അവസ്ഥ. ജനറൽ ആശുപത്രിയുടെ തൊട്ട് സമീപത്തായി താമസിക്കുന്ന CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനുവിനെ വിളിച്ച് സൂപ്രണ്ട് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി ഇടപെടൽ ഉണ്ടാവുകയാണ്. അവിടുത്തെ CITU ഓട്ടോ തൊഴിലാളികളെയും കൂടി വിളിച്ച് 5 കിലോ അരി വാങ്ങിച്ച് അപ്പോൾ തന്നെ കഞ്ഞി പ്രിപ്പയർ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഗ്യാസ് ഇല്ലെങ്കിൽ വേണ്ട, അടുപ്പ് കൂട്ടി വിറക് വെച്ച് അവിടെ കഞ്ഞി വെച്ച് രോഗികൾക്ക് വിതരണം ചെയ്തു. ദൃശ്യവും നോക്കി. രാവിലെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും അവിടുത്തെ സ്റ്റാഫുകൾ വിളിക്കുകയുണ്ടായി. നമുക്കറിയാമല്ലോ ഇപ്പം ഗ്യാസിൻ്റെ ക്ഷാമം രൂക്ഷമാണ്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ഹോട്ടലുകൾ എല്ലാം അടയ്ക്കുന്ന അവസ്ഥ വന്നു. ഹോസ്പിറ്റലിലുള്ള ക്യാൻറ്റീൻ ഇപ്പോൾ അടഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ചൂടുവെള്ളം കിട്ടുന്നില്ല. രോഗികൾക്ക്, അതായത് ഓപ്പറേഷൻ അടക്കം കഴിഞ്ഞ രോഗികൾക്ക് കഞ്ഞി അടക്കം കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ ഹോസ്പിറ്റൽ ഓട്ടോ തൊഴിലാളികളും CITU ഹെഡ് ലോഡുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് കഞ്ഞി രാവിലെ തന്നെ അവിടെ അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ചു. സൗജന്യമായി, ഇന്നത്തെ ദിവസം സൗജന്യമായി ആശുപത്രി അധികാരികൾ പറഞ്ഞതിനനുസരിച്ച് അവിടുത്തെ CITU തൊഴിലാളികൾ ഇന്ന് സൗജന്യമായി കഞ്ഞി വിതരണം നടത്തിയിരിക്കുകയാണ്. ദുരിതം പേറുന്ന മനുഷ്യർക്ക് സഹായകമാകാൻ ഒറ്റ സംഘടനയും അതിലെ പ്രവർത്തകരും മാത്രമേ ഉള്ളൂ. അതിൻ്റെ നേർസാക്ഷ്യമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഉച്ചയ്ക്ക് DYFIയുടെ നേതൃത്വത്തിൽ അന്നം വിളമ്പുന്നുണ്ട്. അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നില്ല. അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രി ആയതുകൊണ്ട് അവിടെ ക്യാൻറ്റീനുകളെയാണ് കൂടുതലായിട്ട് രോഗികളും കൂട്ടിരിപ്പുകാരും ആശ്രയിക്കുന്നത്. ആശുപത്രികളിൽ വരെ ഇപ്പോൾ അന്നം എത്താത്തൊരവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വഴിമുട്ടുന്ന അവസ്ഥയിലായില്ലേ. തിരുവനന്തപുരം നഗരസഭാ ഭരണം പിന്നെ ഇപ്പോൾ ഒരു വിസ്മയമാണല്ലോ. വിസ്മയത്തിന്റെ ഭാഗമായിട്ട് എവിടെ പ്രശ്നമുണ്ടോ അതുവഴി പോകാതെ മുങ്ങി നടക്കുക, അതാണ് തന്ത്രം. ജനറൽ ആശുപത്രിയിൽ ഫുഡില്ലെങ്കിൽ അയ്യോ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പമാണെന്ന് വേണമെങ്കിൽ പറയും. അതാണ് അവസ്ഥ. പക്ഷേ ഇടതുപക്ഷക്കാരോടോ CPM നേതാക്കളോടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ഉടനടി എന്ത് പരിഹാരമുണ്ടാക്കാമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ഞി വയ്ക്കാൻ തീരുമാനിച്ചത്. ഓട്ടോ തൊഴിലാളികൾ അവരുടെ തൊഴിൽ കൂടി മാറ്റിവെച്ചിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ ദുരിതാവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായിട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് അരിയും വാങ്ങി അവർ കഞ്ഞി വെച്ച് വിളമ്പുമ്പോൾ ഒരു കാര്യം മാത്രം ഇത് കാണുന്നവർ ചിന്തിച്ചാൽ മതി. ആർക്കാണ് ഈ നാട്ടിൽ സാമൂഹ്യ ബോധമുള്ളത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ദുരിതം പേറുന്ന മനുഷ്യരോട് സഹാനുഭൂതി ഉള്ളത്, അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ളത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ആ ദൃശ്യങ്ങൾ. ആഹാരം കിട്ടാതെ വലഞ്ഞ മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതിനോളം പുണ്യം മറ്റൊന്നുമില്ല. ശരിയായ മാനവസേവയാണ് യഥാർത്ഥ മാധവസേവ എന്ന് പറയുന്ന പോലെ ആ മനുഷ്യരെ എല്ലാം സേവിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു മാധവസേവയ്ക്ക് ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. വിശ്വാസം പറഞ്ഞ അധികാരത്തിൽ വന്നവരെയൊന്നും ഈ വഴിക്ക് കാണാനുമില്ല. സ്വയം സേവകർ, ആരെ സ്വന്തമായി തന്നെ സേവിക്കുന്നവർ ആ പരിസരത്തൊന്നും വരത്തുമില്ല. ഇതൊക്കെ കണ്ടതിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ആരാണ് ഒപ്പം കാണുക, ആരാണ് സഹായത്തിനുണ്ടാവുക, ആരാകും വിളിച്ചാൽ ഓടിയെത്തുക എന്ന ചോദ്യത്തിനൊക്കെ ഇതാണ് ഉത്തരം. അതുകൊണ്ട് ചിന്തിക്കാനുള്ള ഓരോരോ ഉദാഹരണങ്ങളാണ് ദുരിതാവസ്ഥയിൽ മനുഷ്യർക്ക് മുന്നിൽ അവർ ഉദാഹരണങ്ങളായി മാറുന്നത്. അതുകൊണ്ട് അത്തരം പ്രവൃത്തി ചെയ്ത എല്ലാ നന്മ നിറഞ്ഞ മനുഷ്യർക്കും ഹാറ്റ്സ് ഓഫ്.